മനുഷ്യനുള്ള അത്രയും കാലം ലോജിസ്റ്റിക്സും വളർന്നുകൊണ്ടേ ഇരിക്കുകയേ ഉള്ളൂ. ഇപ്പോൾ കൊമേഴ്സസ്, ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ളത്, ഇതൊക്കെ എന്താണ് ലോജിസ്റ്റിക്സ് തന്നെയാണ്. ഇതൊരു നെവർ എൻഡിങ് പ്രോസസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാധ്യതകൾ ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അപ്പോൾ ഹായ്, ഹലോ, പേരെങ്ങനെയാണ്? മുഹമ്മദ് സിനാൻസി. അപ്പം എന്താ ചെയ്യണം? എറണാകുളത്ത് അജ്മൽ ബിസ്മി എന്ന ബിസ്മി കണക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിട്ടാ ചെയ്തു? ഡെസ്പാച്ച് എക്സിക്യൂട്ടീവ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ലോജിസ്റ്റിക്സിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ അഡ്വൈസ് കൊടുക്കണം? അതേപോലെ തന്നെ ഈ വരാൻ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ആ വരാൻ പോകുന്ന സ്റ്റുഡൻസ് ലോജിസ്റ്റിക്സ് എന്തുകൊണ്ട് എടുക്കണം, അവർക്ക് കൊടുക്കാവുന്ന അഡ്വൈസസ് അങ്ങനെ എന്തൊക്കെ? ലോജിസ്റ്റിക്സിന്റെ സാധ്യതകൾ തന്നെ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് എന്ന് പറയുമ്പോൾ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, എന്നാലും കൂടുതൽ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ നോക്കുക, അതൊക്കെ തന്നെ. സിസ്കോയിൽ നിങ്ങൾ കോഴ്സൊക്കെ ചെയ്തു, ഇപ്പോൾ ജോബ് വരെ എത്തി നിൽക്കുകയാണ്. സിസ്കോയിലെ ഫാക്കൽറ്റിനെ പറ്റിയാണ്, ടീച്ചേഴ്സിനെ പറ്റിയാണെങ്കിൽ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കും? അപ്പോൾ ഞാൻ ഇവിടെ കയറി വരുമ്പോൾ ലോജിസ്റ്റിക്സിനെ പറ്റി ഒന്നും അറിയാത്ത രൂപത്തിലാണ് കയറി വന്നത്. ഇവർ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ജോബ് വരെ എത്തി നിൽക്കുന്നത്. ഈ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്? ലോജിസ്റ്റിക്സ് മേഖലയിൽ ഏറ്റവും ചെറിയത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ലെവലാണിത്. എന്നിട്ടും നല്ലൊരു സാലറിയിൽ ഞാനിപ്പോൾ നേടുന്നുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത്.